ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിലൂടെ പറഞ്ഞതുപോലെ ശരിക്കും അതൊരു ആഗോള അഴിമതി സംഗമമാണ് അവിടെ നടന്നത്. നമ്മൾ 9.5 വർഷ കാലഘട്ടം കേരള സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ 9.5 വർഷ കാലഘട്ടം ശബരിമലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിലും ഭൗതിക വികസന കാര്യങ്ങളിലും എന്തെങ്കിലും ആവശ്യകതയുണ്ട് എന്ന് തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയൊരു സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തിയപ്പോൾ തോന്നിയ ഭൂതോദയമാണ് ഇന്നലത്തെ സംഗമം എന്ന് പറയുന്നത്. അവിടെ ഹെലികോപ്റ്റർ പോയിട്ട് നേരാമണ്ണം ട്രാക്ടർ കയറിപ്പോകാനുള്ള ക്രമീകരണം പോലും ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കുകയില്ല. കാരണം ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ്റെ സർക്കാർ ശബരിമലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കണമെന്നോ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ്റെ 9.5 വർഷ കാലഘട്ടമാണ് ശബരിമലയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് പറയുന്നത്. കപടഭക്തൻ്റെ മുഖംമൂടി അണിഞ്ഞ മുഖ്യമന്ത്രിയെയും സംഘാംഗങ്ങളെയുമാണ് നമ്മൾ കണ്ടത്.